This is the location of the mudslide at the Dharali village. Around 1345, a major mudslide had come in the Kheerghat Nala in this particular village. The complete mid portion of the village has got swept out and the road has got blocked. മേഘവിസ്ഫോടനങ്ങൾ ഉത്തരാഖണ്ഡിൽ പുതുമയേ അല്ല. പക്ഷേ ഇത് ആശങ്കപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഒരു നാടൊന്നാകെ പ്രളയത്തിലൊലിച്ചുപോയി. ഹിമാലയ സാനുവിൽ നിന്ന് ഒഴുകിത്തുടങ്ങുന്ന ഗംഗയ്ക്ക് ഉത്തരകാശിയിൽ പേര് ഗീർഗംഗയെന്നാണ്. ധാരാലിയിൽ നിന്ന് നോക്കിയാൽ മഞ്ഞുമൂടിയ ഹിമാലയ നിരകൾ കാണാം. പാറക്കെട്ടുകളും കുത്തനെയുള്ള കയറ്റങ്ങളും നിറഞ്ഞ പ്രദേശം. മലമുകളിൽ നിന്ന് കുതിച്ചെത്തിയ പ്രളയജലം സർവവും തകർത്തെറിഞ്ഞു. പല നിലകളുള്ള കെട്ടിടങ്ങൾ, കുടിലുകൾ, അങ്ങനെ പലതും. പ്രാണനും കൊണ്ട് ഓടുകയാണ് മനുഷ്യർ. രക്ഷപ്പെടാൻ പോലും പഴുതില്ലാതെ സകലതും തകർത്തെറിഞ്ഞു. പുഴ ഗതിമാറി നാടൊന്നാകെ ഒഴുക്കിക്കളഞ്ഞു. രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമായ പ്രദേശം. സാഹചര്യം ചിത്രങ്ങളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും വായിച്ചെടുക്കുമ്പോൾ അതീവ ഗുരുതരം എന്ന് തന്നെ പറയാം. നമുക്ക് ഒരുപക്ഷെ അവിടെ ഉണ്ടായ സാഹചര്യം നിലവിൽ ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ പ്രകാരം ഇപ്രകാരമാണ് ആ അപകടമുണ്ടായതെന്നാണ് കരുതുന്നത്. അത് ഒന്ന് മാപ്പിന്റെ കൂടെ സഹായത്തോടെ വിവരിച്ചാൽ, ഈ പ്രദേശത്ത് നിന്ന്, അതായത് ഈ മേഘവിസ്ഫോടനം ഉണ്ടാവുകയും വലിയൊരു പ്രളയത്തിലേക്ക്, വലിയൊരു ഉരുൾപൊട്ടലിലേക്ക് നയിക്കുകയും ചെയ്തത് ഈ ഗീർഗംഗ നദി ഒഴുകുന്ന ഈ മേഖലയോട് ചേർന്നതാണ് എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഗീർഗംഗ നദി ഒഴുകുന്ന ഈ മേഖലയിൽ ഇവിടെ വലിയ മേഘവിസ്ഫോടനം ഉണ്ടാകുകയും അത് തുടർന്ന് അത് വലിയൊരു പ്രളയമായി മാറുകയും വലിയ ഉരുൾപൊട്ടലായി മാറുകയും ആ ഉരുളും ഈ മണ്ണും കല്ലുമെല്ലാം അടങ്ങിയ വളരെ കഠിനമായ ഉരുൾ നേരെ ഒലിച്ചെത്തുന്നത് താഴ്വാരത്തുള്ള വളരെ ഇടുങ്ങിയ പ്രദേശമായ ഈ ധാരാളി ഗ്രാമത്തിലേക്കാണ്. അവിടെയാണ് വലിയ നാശമുണ്ടായിരിക്കുന്നത്, വലിയ പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ മേഖലയിൽ കാര്യമായ ജനവാസമില്ല. ഈ ഗീർഗംഗ നദി ഒഴുകുന്ന അതൊരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്രദേശമാണ്. ഉയർന്ന പ്രദേശത്തു കൂടെയാണ് ആ ഒരു ഗീർഗംഗ നദിയുടെ കൈവരിയായ നദി ഒഴുകുന്നത്. ഇനി നേരെ ഈ ഉരുൾ ചെന്ന് പതിക്കുന്നതാവട്ടെ അവിടെ വലിയ ജനവാസമുണ്ട്. ആ ഗ്രാമത്തിൽ തിങ്ങിപ്പാർക്കുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. ധാരാളം വീടുകളുണ്ട്, വിനോദസഞ്ചാര കേന്ദ്രമാണ്, റിസോർട്ടുകളുണ്ട്. ഈ മേഖലയിൽ ഇവിടെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. ഇവിടെയാണ് അതിൻ്റെ വലിയൊരു ആഘാതം ഉണ്ടാകുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അതിൻ്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന് വ്യക്തവുമാണ്. ഇവിടെ നിന്ന് ഒലിച്ചെത്തിയ ഉരുൾ ഈ ധാരാളി ഗ്രാമത്തെ വിഴുങ്ങിക്കൊണ്ട് ചെന്ന് പതിക്കുന്നതാകട്ടെ ഈ ഭാഗീരഥി നദിയിൽ. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗംഗാ നദിയുടെ കൈവരിയാണ്. അവിടെയാണ്, ഈ നദിയിലേക്കാണ് ആ ഉരുൾ ചെന്ന് പതിച്ചതും. അത്രത്തോളം ഭീകരമായ ദൃശ്യമാണ്. ഒരുപക്ഷെ പ്രേക്ഷകരെ എല്ലാം അലട്ടുന്ന, പ്രേക്ഷകരെ എല്ലാം ഞെട്ടിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. അത് ഈ തരത്തിലാണ് ഒഴുകി വന്നത് എന്നതാണ് പ്രാഥമികമായി നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഒരു വിവരം കൂടെ കൂട്ടിച്ചേർക്കാം. അതായത് നിലവിൽ ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് അല്ലെങ്കിൽ രക്ഷാ കേന്ദ്രമായി നിലവിൽ പ്രവർത്തിക്കുന്നത് ഒരു സൈനിക ക്യാമ്പാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരം. അത് ഈ ധാരാളി ഗ്രാമത്തിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ മാത്രം മാറിയാണ്. അതായത് ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മേഖലയോട് ചേർന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ സൈനിക ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ആ മേഖലയിൽ ആ സൈനിക ക്യാമ്പ് താവളമാക്കിക്കൊണ്ട് മെഡിക്കൽ സൗകര്യങ്ങളും മറ്റ് രക്ഷാ സംവിധാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ഫുൾ ഫ്ലെഡ്ജഡ് അല്ലെങ്കിൽ പരിപൂർണമായി നടത്താൻ കഴിയുമെന്നതാണ് അധികാരികളും പ്രതീക്ഷിക്കുന്നത്.
മണ്ണിനടിയിൽ എത്ര പേർ, മരിച്ചവരുടെ കണക്കെത്ര എന്നുപോലും കൃത്യമായി പറയാനാകാത്ത മഹാദുരന്തം. बहुत तेज गति से मलबा आया है पानी के साथ। हमारा प्रयास है कि इस समय में सभी को जल्दी से जल्दी राहत के काम किए जाएं, बचाव के कार्य किए जाएं। जिला प्रशासन के लोग वहां पहुंच रहे हैं, साथ में हमारी सेना के लोग, एनडीआरएफ, एसडीआरएफ, आपदा प्रबंधन विभाग लगातार कोशिश कर रहा है कि हमारी सर्वोच्च प्राथमिकता है कि सभी को इस समय राहत की जाए, सभी को बचाया जाए और हर प्रकार से जान माल की सुरक्षा की जाए। സൈന്യം ഉൾപ്പെടെയുള്ള രക്ഷാ സംവിധാനങ്ങൾ ഉത്തരകാശിയിലുണ്ട്. ഉത്തരകാശിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വഴിയിലും മഴമേഘങ്ങൾ നിറഞ്ഞു കിടപ്പുണ്ട്. ഒരിടവേളയായിരുന്നു. കാലവർഷത്തിന്റെ കാഠിന്യം അല്പമൊന്ന് അയഞ്ഞ നാളുകൾ. ആ ആശ്വാസം വഴിമാറി ആധിയായി പെയ്തിറങ്ങി വീണ്ടും. പെരുമഴയിൽ ദുരിതം ചെറുതല്ല. മഴയൊന്ന് കനത്തിൽ പെയ്താൽ കുളമാകുന്നതാണ് നമ്മുടെ നാട്ടിലെ പല റോഡുകളും ഇടവഴികളും. റോഡേത് തോടേത് എന്ന് ഒറ്റ നോട്ടത്തിൽ അറിയില്ല. കാനകളുടെ ആഴവും വീതിയും കണക്കുകൂട്ടി ജീവൻ കയ്യിൽ പിടിച്ചാണ് പല ഇടവഴികളിലൂടെ നാട്ടുകാർ നടക്കുന്നത്. എറണാകുളം പേട്ടയിൽ ഇതൊക്കെ കണക്കുകൂട്ടി മുന്നോട്ടെടുത്തത് മാത്രമേ ടാക്സി ഡ്രൈവർക്ക് ഓർമ്മയുള്ളൂ. ശേഷം മെട്രോ സിറ്റിയായ കൊച്ചിയിൽ പേട്ടയ്ക്ക് സമീപം താമരശ്ശേരി റോഡിലാണ് ഈ അപകടം നടന്നത്. പുലർച്ചെ 5:45 ഈ താമരശ്ശേരി റോഡിൽ നിന്ന് ഒരു യാത്രക്കാരനെ പിക്ക് ചെയ്യാൻ വന്ന വാഹനമാണ്, ഓൺലൈൻ ടാക്സി കാറാണ്. ഇതുവഴി വന്ന് അവിടെ നിന്നായിരുന്നു യാത്രക്കാരനെ എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ വലത്തോട്ട് തിരിയുന്നതിന് പകരം കാർ ഒന്ന് റിവേഴ്സ് എടുക്കാൻ വേണ്ടി ഈ കാണുന്ന ഇടതു ഭാഗത്തേക്ക് തിരിയുകയായിരുന്നു. ഈ ഭാഗത്തിന്റെ പ്രത്യേകത റോഡും തോടും ഒന്നായി കിടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇത്രയും വീതിയാണ് ഈ റോഡിനുള്ളത്. അതിന്റെ പകുതി ഭാഗം കയറ് കെട്ടിയതിന് വലതുവശത്തുള്ളത് തോടും ഇടതുവശത്തുള്ളത് റോഡുമാണ്. പക്ഷേ ഈ കയർ നേരത്തെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പഞ്ചായത്തിന്റെയോ കോർപ്പറേഷന്റെയോ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനവും ഈ പോസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് അപകടത്തിന് ശേഷം വെച്ചതാണ്. കാറിന്റെ പിൻഭാഗത്തെ ടയറുകൾ ഈ തോടിലേക്ക് താഴ്ന്നു. പിന്നാലെ വാഹനം പൂർണ്ണമായും താഴുകയും ഏതാണ്ട് ഒരു 20 മീറ്ററോളം പുറകോട്ട് ഒഴുകി പോവുകയും ചെയ്തു. ഡ്രൈവർ ഈ ഗ്ലാസ് താഴ്ത്തി വിട്ടതിനാൽ ആ ഗ്ലാസ്സിലൂടെ പിടിച്ച് നമ്മളെ കാണുന്ന മതിലിലേക്ക് കയറുകയും ബഹളമുണ്ടാക്കിയ ആളുകളെ വിളിക്കുകയുമായിരുന്നു. കുട്ടികളടക്കം പുറത്തേക്കിറങ്ങിയാൽ തോടിലേക്ക് വീഴും. മഴയായാൽ അപകടങ്ങൾ പതിവാണ്. കഴിഞ്ഞ മാസം ഒരു ട്രാവലർ വീണിരുന്നു. അതിനു മുമ്പ് ഓൺലൈൻ ഫുഡ് ഡെലിവറി വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ വരുമ്പോൾ ഈ തോടിലേക്ക് വീണ് മുങ്ങുകയും ആളുകൾ പിടിച്ചു കയറ്റുകയും ചെയ്യേണ്ടത് സ്ഥിരം സംഭവമാണ് എന്നതാണ് ആളുകൾ പറയുന്നത്. ഞങ്ങൾ 25 കൊല്ലമായിട്ട് ഞങ്ങൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്കൂട്ടർ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ട്, കാറ് ആദ്യമായിട്ടാണ് വീണിരിക്കുന്നത്. ആ പ്രശ്നം മുനിസിപ്പാലിറ്റിയും കൂടെ ഉള്ള തർക്കമാണ്. ഞങ്ങളുടേതല്ല. രണ്ടുപേരും വിളിക്കുമ്പോൾ പറയും ഞങ്ങളുടേതല്ല, ഇത് നിങ്ങളുടേതാണ്. നിങ്ങൾ പറയും ഞങ്ങളല്ല. ഇത് രണ്ടുപേരും കൊണ്ട് ഈ നടുക്ക് കിടക്കണം, ഞങ്ങൾ കിടന്ന് അനുഭവിക്കാം. ഡ്രൈവറുടെ ഒപ്പം വേറെ യാത്രക്കാരുണ്ടായിരുന്നു. അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡോറ് തുറക്കാൻ പറ്റില്ല. അയാൾ എന്തോ വാങ്ങിക്കൊണ്ട് ഡോറ് തുറന്ന് പോകുന്ന പുറത്തേക്ക്. കൗൺസിലർമാരും 2 MLA-മാരും തമ്മിലുള്ള അതിർത്തി തർക്കം. ഇതിപ്പോ അത് തന്നെ വേറെ വ്യത്യാസമൊന്നും. ഇത് കാലങ്ങളായിട്ട് കിടക്കുന്ന അവസ്ഥ ഇവിടുത്തെ. പെട്ടു
മറിഞ്ഞുപോയ കാർ പൊക്കിയെടുക്കാൻ കൈമൈ മറന്നൊപ്പം കൂടി നാട്ടുകാർ. അവർക്കറിയാം അങ്ങോട്ടൊരധികാരിയും തിരിഞ്ഞു നോക്കില്ലെന്ന്. പറഞ്ഞു മടുത്തതാണ്. ഇതേ ബൗണ്ടറി തോടാണ്. ആർക്കും ഇതിനെപ്പറ്റി ഒരു ഉത്തരവാദിത്വം ഇല്ല. കോർപ്പറേഷനും ഇല്ല, മുനിസിപ്പാലിറ്റിക്കും ഇല്ല. യാത്രക്കാരുണ്ടായിരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഡ്രൈവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ജീവൻ പോയത് തന്നെ. ഇവിടെ വിളിച്ച ആരാള് കേൾക്കൂല. ഇതിന്റെ ലെവൽ തോടാ, പഞ്ചിപോണ പഴയ തോടാ. ഞാനിവിടെ ജനിച്ചു വന്നതാ. ഈ എത്ര വർഷമായില്ലേ പഞ്ചിപോണ തോട് എല്ലാരും കൂടി കാലയേറ്റി കെട്ടി ഈ തോട് ഇങ്ങനെ ചെയ്താ. ആരൊന്നും പറയാൻ ഒരാളൊന്നും പറയില്ല. എല്ലാരും കെട്ടും. തോട് വീതി കുറച്ച് വരും. മുന്നറിയിപ്പ് എന്ത് പറയുന്നത്? എല്ലാരും അവനവന്റെ സ്ഥലത്ത് അവനവൻ കെട്ടി തോട് ഇത്രയാവും. ഇത് അങ്ങോട്ട് പോകുന്ന വഴി ശരിക്കും വണ്ടികൾ പോകുന്ന വഴിയല്ല. അത് ഒരു ബൈക്ക് കടന്നു പോകാനേ പറ്റുള്ളൂ. ഇവര് വഴി ഇങ്ങോട്ട് പോകുന്നതിന് പകരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വീതി കുറവാണ്. വഴി വെള്ളം ഇന്ന് മഴ പെയ്തിട്ട് വെള്ളം ഇറങ്ങിയിട്ടില്ല. ഈ സാധാരണ പുഴയിൽ വേലിയേറ്റമാണെങ്കിൽ വെള്ളം ഇറങ്ങാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ബൗണ്ടറിയും കോർപ്പറേഷന്റെ ബൗണ്ടറിയാണ്. ബൗണ്ടറി തോടാണിത്. കാന പോലെ അത്ര നികത്തി ഇത് നല്ലൊരു തുക തന്നെ മുടക്കേണ്ടി വരും. നമുക്ക് ഡിവിഷൻ കൗൺസിലർമാരുടെ ഡിവിഷൻ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളാലാവുന്നത് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ അതാത് സമയത്ത് ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ ഇപ്പോഴത്തെ കൗൺസിലർ. 2 MLA, 2 കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, 2 അകത്തൊക്കെ വെള്ളമുണ്ട്. കൊച്ചി കത്രിക്കടവിലും കലൂരിലും ഒന്നും സ്ഥിതി വ്യത്യസ്തമല്ല. വഴിയിലെ വെള്ളക്കെട്ട് ചെറുതായൊന്നുമല്ല വലച്ചത്. പുലർച്ചെ ഏകദേശം 2 മണിയോടുകൂടി എറണാകുളം ജില്ലയിൽ മഴ ശക്തി പ്രാപിച്ചിരുന്നു. ഏകദേശം ഒരു 7 മണിയോടുകൂടി തന്നെ ശക്തമായ മഴ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ മഴയ്ക്ക് നിലവിൽ നല്ല രീതിയിൽ തന്നെ ശമനം ഉണ്ടായിട്ടുണ്ട്. കാനകളുടെ അശാസ്ത്രീയമായ നിർമ്മാണം അത് തന്നെയാണ് ഇത്തരത്തിൽ ഈ ചെറിയ മഴയിൽ തന്നെ ഈ വെള്ളം രൂക്ഷമാകാനുള്ള സാഹചര്യം എന്നാണ് ഈ നാട്ടുകാർ ഒക്കെ തന്നെയും പറയുന്നത്. ചേച്ചി, എങ്ങനെയാണ് ഈ വെള്ളക്കെട്ട് എപ്പോഴും ഉണ്ടാകുന്നതാണോ? വെള്ളക്കെട്ട് എല്ലാ വർഷവും വരും. പക്ഷെ ഇത്രയും വെള്ളം വരില്ല. വന്ന ദിവസം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. വന്നാൽ വീടിനുള്ളിൽ പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ എല്ലാ വേസ്റ്റും അടിഞ്ഞ് ഡ്രെയിനേജ് ക്ലിയർ അല്ല ഒന്നാണ് നമ്മുടെ ഇവിടെ. എറണാകുളം എന്നല്ല പൊതുവെ എല്ലാ സ്ഥലങ്ങളും. പിന്നെ മനുഷ്യരും അതിന് സഹകരിക്കുന്നില്ല. വന്നവരും പോണവരും വേസ്റ്റ് എറിയണതാണ് ഏറ്റവും മെയിൻ പ്രശ്നം. അല്ലാണ്ട് എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല. കോർപ്പറേഷനെ കൊണ്ട് ചെയ്യാവുന്ന മെച്യൂരിറ്റി അവർ ചെയ്യും. പക്ഷേ കൗൺസിലർമാർ അതിന് ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് രാവിലെ വീടിന്റെ മുറ്റത്ത് വരെ മുറ്റത്ത് വെള്ളം കയറി. അതാണ് എനിക്കൊരു ജോലി ഉണ്ടായി. കുക്കിംഗ് സ്ഥിരം ചെയ്യണം. പോയി വിളിച്ചു പറഞ്ഞ് ചെല്ലൂല. ഈ വെള്ളം നീന്തി പോയില്ല. കുട്ടികൾ സ്കൂളിൽ പോയോ? ഇല്ല, കുട്ടികളെയും വിട്ടില്ല. വഴിയോരങ്ങളിലുള്ള വീടുകളൊക്കെ കുറച്ച് ഉയർത്തി ഇവർ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഒരു നേരിയ ആശ്വാസമുണ്ട് എന്നാണ്. ഇപ്പോൾ മഴ നല്ല രീതിയിൽ തന്നെ മാറി നിൽക്കുന്നുണ്ട്. എപ്പോഴും വെള്ളക്കെട്ടാ. കാലത്ത് വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ഇപ്പോൾ വേറെ വണ്ടിയായിട്ട് വരുന്നത്. ഞാൻ പാലെടുത്തിട്ട് 1 മണിക്കൂർ വെയിറ്റ് കഴിഞ്ഞ് വെള്ളം കെട്ട് നീങ്ങൂല. സ്ഥിരത്തോടുന്ന വലിയ ഒരു തോടാണ്. ഇപ്പം അത് ചെറിയ കാനയായി. അപ്പം അതിനെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക. അതാണ് പറയാനുള്ളത്. തൃശൂരിലും തഥൈവ. നഗരഹൃദയമായ സ്വരാജ് റൗണ്ടിൽ പതിവില്ലാത്ത വെള്ളക്കെട്ട്. പാട്ടുരായ്ക്കലിൽ പതിവ് തെറ്റിയില്ല. അശ്വിനി ആശുപത്രിക്ക് സമീപത്തെ വീടുകളും ഇടവഴികളും നേരം വെളുത്തപ്പോൾ മുട്ടോളം മുങ്ങി. രക്ഷാദൗത്യത്തിനിറങ്ങി രക്ഷാസംഘം. രാവിലെ 7:30 മുതൽ 2 മണിക്കൂർ നിർത്താതെ മഴയാണ് തൃശ്ശൂർ നഗരത്തിൽ പെയ്തത്. അതോടുകൂടി തൃശ്ശൂർ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഏറ്റവും പ്രധാനമായി വെള്ളക്കെട്ട് രൂപപ്പെട്ടത് തൃശ്ശൂർ അശ്വിനി ആശുപത്രിക്ക് പുറകിലുള്ള വീടുകൾക്ക്, ആ വഴിയിലുള്ള വീടുകളുടെ ഉള്ളിലേക്കാണ് വെള്ളം കയറിയത്. ഇവിടെ ഒരു താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മഴ ശക്തമായതോടുകൂടി വീടുകൾക്കുള്ളിലേക്ക് ഉൾപ്പെടെ വലിയ രീതിക്ക് വെള്ളം കയറുകയും ചെയ്തു. ഏകദേശം 2 അടിയോളം വെള്ളമാണ് ഓരോ വീടിൻ്റെ അകത്തും കയറിയത്. അതിനോടൊപ്പം തന്നെ കുറച്ച്
ഈ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയും ചെയ്തു. കൂടാതെ തൃശ്ശൂർ നഗരത്തിൽ സ്വരാജ് റൗണ്ടിലും ശക്തമായ മഴ പെയ്തു. ഇതോടുകൂടി അവിടുത്തെ ഗതാഗതം സ്തംഭിക്കുന്ന തരത്തിലേക്ക്, അപകടകരമാവുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തു. കൂടാതെ തൃശ്ശൂർ ഇക്കണ്ടവാര്യർ റോഡിലും കൂടാതെ മാരാർ റോഡിലുമൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും പിന്നീട് ശക്തമായ മഴ പെയ്ത ആ ഒരു സമയത്തൊക്കെ തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്തു. ഇന്നലെ ഇരുണ്ടുകൂടിയപ്പോഴേ ഉള്ളുനീറി ഇരിപ്പായിരുന്നു അവർ. പാലക്കാട്ടെ വാണിയംകുളം പനയൂരിൽ കാതടപ്പിക്കുന്ന ശബ്ദം കേട്ട് നാട്ടുകാർ നടുങ്ങി. പിന്നാലെ ആർത്തലച്ച് ഒലിച്ചെത്തി മലവെള്ളം. അപകടം മണത്ത് പലരും രക്ഷാസ്ഥാനം തേടി. പലരും വീടുകളിൽ നിന്ന് ഇറങ്ങിയോടി. ഒന്നൊതുങ്ങിയപ്പോൾ കണ്ടത് മുറ്റം വന്ന് നിറഞ്ഞ കല്ലും മണ്ണും. വാണിയംകുളം എളംകുളത്താണ് ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായത്. അല്പസമയം മുൻപാണ് വളരെ പെട്ടെന്ന് ഈ വീടിന്റെ സമീപത്തോടുകൂടിയെല്ലാം തന്നെ വെള്ളം കുത്തിയൊലിച്ച് പോകുന്ന ഒരു സ്ഥിതി വന്നു. മുറ്റത്തൊക്കെ തന്നെ ചെളി നിറയുന്ന നിലയിലാണുള്ളത്. അതോടൊപ്പം തന്നെ സമീപത്തെ മൺതിട്ട പൂർണ്ണമായും തന്നെ ഇടിഞ്ഞ് താഴുന്ന ഒരു സ്ഥിതിയും വന്നു. വളരെ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ കയറി പോവുകയാണ്. പ്രദേശവാസികൾ ചിലർ പറയുന്നത് തങ്ങൾ ഇവിടെ ഒരു ശബ്ദം കേട്ടു എന്നുള്ളതാണ്. പലരും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. ഞാൻ ഇവിടെ തൊട്ട എസ്റ്റേറ്റിൽ പണിക്ക് പോയിരിക്കുകയാണ്. മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വെള്ളം മാത്രം കുത്തിയൊലിച്ചു വന്ന് ഇങ്ങനെ വന്നതാണ്. നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. ശക്തമായ മഴ. ഏകദേശം എത്ര മണി തൊട്ടാ മഴ ഉണ്ടായിരുന്നു? ഒരു 10:30 മണി വരെ. ഈ 10:30 മണി മുതൽ ശക്തമായ മഴ ഈ പ്രദേശത്തുണ്ടായിരുന്നു. ആ മഴയിലാണ് ഇങ്ങനെ പെട്ടെന്ന് വെള്ളം വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇവിടേക്കൊക്കെ തന്നെ മണ്ണിങ്ങനെ കേറിക്കിടക്കുന്ന, ചെളിയായി കിടക്കുന്ന ഒരു സ്ഥിതി വന്നു. ഈ വീടിന്റെ മതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 4 വീടുകൾ ഈ പ്രദേശത്ത്, ഈ കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഇങ്ങനെ വെള്ളം വരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നമുക്ക് അല്പം താഴ്ന്ന വീടുകളിലെ സ്ഥിതി നോക്കിയാൽ അവിടെയൊക്കെ തന്നെ മണ്ണ് കയറി കിടക്കുന്ന ഒരു സാഹചര്യവും കാണാൻ കഴിയും. നല്ലോണം വെള്ളം വന്നിരുന്നു. ഇവിടുത്തെ ഈ കല്ലൊക്കെ ഞങ്ങളാണ് പുഴക്കി വെച്ചത്. അപ്പൊ ഇത് കൂടെ കുറെ വെള്ളം പോയി. ഇവിടെ നിറച്ച് വെള്ളം നിറയുന്ന ഒരു സ്ഥിതി. വെള്ളം ഉണ്ടായിരുന്നു. ഈ തിണ്ടയിലേക്ക് കൊണ്ട് മുട്ടിയിരുന്നു. ഭയക്കുന്ന സ്ഥിതി തന്നെ ഉണ്ടായിരുന്നത്. വെള്ളം നല്ല ഒഴുകി വരുന്നുണ്ട്. നല്ല ശബ്ദം കേൾക്കണ്ടായിരുന്നു മുകളിൽ നിന്ന്. അത് കാരണം പേടിച്ചിട്ട് ഞങ്ങൾ ഓടിപ്പോവായിരുന്നു. മഴ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആളുകാരൊക്കെ വരുന്നത്. ആദ്യമായിട്ടാണ് മതിലിടിഞ്ഞു. ഈ വീട്ടിൽ ഇടിഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. രാത്രി ചെറിയ കുട്ടികളുള്ളതാണ്, പേടി തന്നെയാണ്. അഥവാ രാത്രി ഇതേപോലെ ഉണ്ടായി ഞങ്ങൾ ചിലപ്പോൾ അറിയില്ല. ഒക്കെപ്പാടെ ഇടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഉരുള് പൊട്ടിയതല്ലെന്നാണ് പറയുന്നത്. എങ്കിലും വരാനിരിക്കുന്ന പെരുമഴയെ പേടിച്ച് ആശങ്കാമുനമ്പിലാണ് പനയൂരുകാർ. ഇത് വാണിയംകുളം പഞ്ചായത്തിലെ 18-ാം വാർഡ് ചോലപ്പള്ളി പറഞ്ഞ പ്രദേശമാണ്. ഇവിടുന്നാട് കടന്ന ഷൊർണൂർ മുനിസിപ്പാലിറ്റിയാണ്. ഇതിനോട് തൊട്ട് ചേർന്നുള്ള സ്ഥലം എന്ന് പറയുന്നത് ഷൊർണൂർ മൈലുവാനത്തിന്റെ എസ്റ്റേറ്റ് ആണ്. ഇത് ശക്തമായ വെള്ളത്തിൽ കൂടെ ഈ വീടുകളിൽ കൂടെ സാധാരണ വെള്ളം ഒഴുകി വരാറില്ല. ഈ എസ്റ്റേറ്റിൽ നിന്നുള്ള വെള്ളം നേരെ അധികനാ ചാലിൽ കൂടെയാണ് ഒഴുകി പോകേണ്ടത്. പക്ഷെ ഇത് നേരെ ഇങ്ങോട്ട് മറിഞ്ഞു വന്നു. ഈ വീടിന്റെ സൈഡിൽ കൂടെ വെള്ളം വന്നു. അങ്ങനെ ഈ വീടിന്റെ മുറ്റത്താകെ വെള്ളമായി. മറ്റ് ആശങ്കപ്പെടുന്ന രീതിയിലുള്ള ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കാണുന്നത്. ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം നിലവിലില്ല. ഇനി നമ്മൾ വിശദ പരിശോധന നടത്തിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. അത് നോക്കുന്നുണ്ട്. നമ്മൾ വിശദ പരിശോധന ജിയോളജിസ്റ്റ്, അസാഡനലിസ്റ്റ് എന്നിവർ മുഖാന്തരം വിശദ പരിശോധന നമ്മൾ നടത്തിപ്പിക്കുന്നുണ്ട്. പനയൂരിൽ നിന്ന് അധികം അകലെയല്ലാത്ത ചേലക്കര വാഴക്കോട്ടും മലവെള്ളപ്പാച്ചിൽ ചങ്കിടിപ്പേറ്റി. ചേലക്കരയിൽ വിവിധയിടങ്ങളിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തു. അതായത് വാഴക്കോട് പ്ലാഴി റോഡിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായത്. മണ്ണും ചെളിയും അടങ്ങുന്ന വെള്ളം വലിയ തോതിൽ ഈ റോഡിലേക്ക് ഒഴുകി വരികയാണ് ഉണ്ടായത്. ഇതോടുകൂടി സംസ്ഥാന പാതയിലെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു.
നെല്ലിയാമ്പതിയിലും അട്ടപ്പാടിയിലുമെല്ലാം പെരുമഴയാണ്. നെല്ലിയാമ്പതിയിൽ 5 മിനിറ്റ് കൊണ്ടാണ് കാലാവസ്ഥ മാറിയത്. ഇതാണ് കട്ടയ്ക്കുള്ള കോടമഞ്ഞ്. അലനല്ലൂരിൽ പാലം മുങ്ങി. ഇരുവഴിഞ്ഞിയും ഇരച്ചുകുത്തി ഒഴുകുകയാണ്. കരയോരങ്ങളിൽ ജാഗ്രതയുണ്ട്. വരും ദിവസങ്ങളിലും മഴ ഒഴിയില്ലെന്നാണ് പറയുന്നത്. കനത്ത കാറ്റിനെയും കരുതിയിരിക്കണം. ജാഗ്രത പ്രധാനമാണ്.